ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ബേസിക് കമ്മ്യൂണിക്കേഷൻ മോഡൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മോഡ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ്. ഓൾറെഡി 2 പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാം. സോ ഫസ്റ്റ് തിങ്, ബേസിക് കമ്മ്യൂണിക്കേഷൻ മോഡൽ. നമ്മൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഫുള്ളും കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയാണ് നടക്കുന്നത് ആൻഡ് അതിനെക്കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് മോഡൽ ആദ്യം അറിഞ്ഞിരിക്കണം. കമ്മ്യൂണിക്കേഷൻ മീൻസ് ഫ്രം ഒരു ഡിവൈസ് ടു നമ്മൾ വേറൊരു ഡിവൈസ് മെസ്സേജ് സെൻഡ് ആക്കും. അപ്പോൾ അങ്ങനെ മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ അതിൽ എന്തൊക്കെ ബേസിക് കോമ്പോണൻറ്റ്സ് വേണം, അതാണ് ഇതിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാനാണ് സെൻഡർ. റിസീവർ എന്ന് പറയുമ്പോൾ ഞാൻ ആർക്കാണോ മെസ്സേജ് കൊടുക്കുന്നത് ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അവരായിരിക്കും റിസീവർ. ആൻഡ് ഞങ്ങൾ സംസാരിക്കാൻ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കും. ഡയറക്റ്റ് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോണിലൂടെ ആണെങ്കിൽ എയ്തർ അത് ഫോൺ കോൾ ആയിരിക്കും അല്ലെങ്കിൽ മെസ്സേജസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു കണക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് കാണും. ഡയറക്റ്റ് സംസാരിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഒരു ലാംഗ്വേജ് വെച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസ് ഓർ ഫോൺ കോൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇതിൽ ഞാനാണ് സെൻഡർ. റിസീവർ ഞാൻ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് ഓർ ഡേറ്റ ഷെയർ ചെയ്യുന്നത് അവരായിരിക്കും റിസീവർ. ഓക്കെ, അപ്പോൾ ഇതേ കോൺസെപ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കൊണ്ടുവരുവാണെങ്കിൽ ആരാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ആരാണോ ഡേറ്റ ഷെയർ ചെയ്യുന്നത് അവരാണ് സെൻഡർ. അപ്പോൾ ഇതിൽ 5 ബേസിക് കോമ്പോണൻറ്റ്സ് ആണ് ആവശ്യമുള്ളത്. ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ മോഡലിൽ 5 ബേസിക് കോമ്പോണൻറ്റ്സ് ആണുള്ളത്. ആദ്യം മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു സെൻഡർ വേണം. ദെൻ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അത് അടുത്ത എൻഡിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസീവർ വേണം. അപ്പോൾ ഇതാണ് 2 മെയിൻ കോമ്പോണൻറ്റ്സ്. ഒരു സെൻഡർ വേണം, റിസീവർ വേണം, പിന്നെ ഒരു മെസ്സേജ് വേണം. നമ്മൾ ഏതാണോ മെസ്സേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഡേറ്റാസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന ഡേറ്റ ഒരു മെസ്സേജ് വേണം. അതാണ് 3rd ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്. പിന്നെ 4th എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഏത് മീഡിയം വെച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതാണ് അടുത്തൊരു കോമ്പോണൻറ്റ്. അപ്പം 4 കോമ്പോണൻറ്റ്സ് ആയി. സെൻഡർ ഉണ്ട്, അത് മെസ്സേജ് അയക്കുന്നവർ ഡേറ്റ ആരാണോ ഷെയർ ചെയ്യുന്നത് അവരാണ് സെൻഡർ. അതിനെ റിസീവ് ചെയ്യുന്നവരാണ് റിസീവർ. പിന്നെ അവർ അയക്കുന്ന ഒരു മെസ്സേജില്ലേ അതാണ് മെസ്സേജ് ഓർ നമ്മളതിന് ഡേറ്റ എന്നും പറയും. ആൻഡ് അത് എങ്ങനെയാണ് അയക്കുന്നത്, അത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ആവുന്നത്, ത്രൂ വിച്ച് മീഡിയം, അതാണ് ചാനൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ള 5th ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റാണ് പ്രോട്ടോക്കോൾ. പ്രോട്ടോക്കോൾ ഇസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് റൂൾസ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഇൻ്റർനെറ്റിൽ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യണം. ആ സെറ്റ് ഓഫ് റൂൾസാണ് പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 5 ബേസിക് കോമ്പോണൻറ്റ്സ്. ഇതാണ് ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ മോഡൽ. ഇതിൽ സെൻഡർ ഉണ്ട്. സെൻഡർ എന്ന് വെച്ചാൽ ദ പേഴ്സൺ ഹു ഇനീഷ്യേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻകോഡ്സ് ദ മെസ്സേജ്. സെക്കൻഡ് വൺ റിസീവർ ആണ്. റിസീവർ മീൻസ് the person who receives and decodes the message. Third one message means the information being communicated. And 4th one channel is the medium through which the message is transmitted. And 5th one is protocol, that is the set of rules. ഇതാണ് ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ മോഡൽ. ഇനി കമ്മ്യൂണിക്കേഷൻ മോഡ്സ് നോക്കാം. കമ്മ്യൂണിക്കേഷൻ മോഡ്സ് 3 ടൈപ്സ് ആണുള്ളത്. സിംപ്ലെക്സ് മോഡ്, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് ആൻഡ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. ട്രാൻസ്മിഷൻ മോഡ്സ് എന്ന് പറയുമ്പോൾ transferring of data between 2 devices. Transmission mode means transferring of data between 2 devices. ഇത് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ മോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കമ്മ്യൂണിക്കേഷൻ മോഡ്സ്. ഇനി ഈ ട്രാൻസ്മിഷൻ മോഡ് ഓർ കമ്മ്യൂണിക്കേഷൻ മോഡ് നമ്മൾ 3 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് സിംപ്ലെക്സ് മോഡ്, സെക്കൻഡ് വൺ ഇസ് ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് ആൻഡ് തേർഡ് വൺ ഇസ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. ഇങ്ങനെ 3 ടൈപ്സിലുണ്ട് ട്രാൻസ്മിഷൻ മോഡ്സ്. അപ്പോൾ ആദ്യം സിംപ്ലെക്സ് മോഡ് നോക്കാം. സിംപ്ലെക്സ് മോഡാണെങ്കിൽ അത് യൂണി ഡയറക്ഷനാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ 2 ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡിവൈസാണ്, ഇതൊരു ഡിവൈസാണ്. 2 ഡിവൈസ് ഉണ്ട്. അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. വയർഡ് ഓർ വയർലെസ് കണക്ഷൻ ഉണ്ട്. ഇതിലാണെങ്കിൽ സിംപ്ലെക്സ് മോഡിലാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ 1 ഡയറക്ഷൻ ആയിരിക്കും, യൂണി ഡയറക്ഷൻ ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ പേര് എ ആയിട്ട് കൊടുക്കാം, ഇത് ബി ആയിട്ട് കൊടുക്കാം. എ മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ എക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ.
അതിന് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ബി റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിന് റിസീവ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് സിംപ്ലെക്സ് മോഡ്. ആൻഡ് ഇതിന് ദ എൻറ്റയർ കപ്പാസിറ്റി ഓഫ് ദ ചാനൽ നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ഇൻ വൺ ഡയറക്ഷൻ. ഇതിലുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് കീബോർഡ് ആൻഡ് ട്രഡീഷണൽ മോണിറ്റേഴ്സ്. കീബോർഡിൽ നമുക്ക് അങ്ങോട്ട് ഡേറ്റാസ് കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കീബോർഡ് സിംപ്ലെക്സ് മോഡിൻ്റെ ഒരു എക്സാമ്പിളാണ്. In simplex mode, the communication is unidirectional as on a one-way street. Only one of the two devices on a link can transmit, the other can only receive. The simplex mode can use the entire capacity of the channel to send data in one direction. ഇതിൽ യൂണിഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെൻഡ് ചെയ്യുന്ന ഡിവൈസിന് സെൻഡ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് റിസീവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് റിസീവിങ് എൻഡിലുള്ളതിന് റിസീവ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സിംപ്ലെക്സ് മോഡ്. ഇനി അടുത്തുള്ളതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്. ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിൽ നമുക്ക് ബൈ ഡയറക്ഷനുള്ളതാണ്. രണ്ട് ഡയറക്ഷനിൽ നമുക്ക് ഡേറ്റ റിസീവ് ചെയ്യാനും പറ്റും, സെൻഡ് ചെയ്യാനും പറ്റും. ബട്ട് ദ തിങ് ഈസ് അറ്റ് ദ സെയിം ടൈം രണ്ടും നടക്കില്ല. ഇപ്പോൾ എ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ടൈം ബീന് റിസീവ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ബി സെൻഡ് ചെയ്യുമ്പോൾ എക്ക് റിസീവ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അത് എയ്തർ എ ടു ബി സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ബി ടു എ സെൻഡ് ചെയ്യുക, രണ്ടും ഒരു ടൈമിൽ നടക്കത്തില്ല. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്. ഇത് എ ബി എന്ന് രണ്ട് ഡിവൈസ് ഉണ്ട്. ആദ്യത്തിൽ എ ആണ് സെൻഡ് ചെയ്യുന്നത്, ബി റിസീവ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ഫിഗറിൽ സെയിം എ ആൻഡ് ബി ഉണ്ട്. ഇതിൽ ബി ആണ് സെൻഡ് ചെയ്യുന്നത്, എ ആണ് റിസീവ് ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണിൽ ആരോ മാർക്ക് പോയിരിക്കുന്നത് ടു ദ റൈറ്റ് ആണ്, സെക്കൻഡ് വണ്ണിൽ പോയിരിക്കുന്നത് ടു ദ ലെഫ്റ്റ് ആണ്. അപ്പോൾ രണ്ട് ഡയറക്ഷനിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, പക്ഷേ അറ്റ് ദ സെയിം ടൈം നടക്കത്തില്ല. ആൻഡ് ഇതിലും ദ എൻറ്റയർ കപ്പാസിറ്റി ഓഫ് ദ ചാനൽ ഇസ് യൂട്ടിലൈസ്ഡ് ഫോർ സെൻഡിങ് മെസ്സേജ് ഫോർ ഈച്ച് ഡയറക്ഷൻ, ബിക്കോസ് അറ്റ് ദ സെയിം ടൈം രണ്ടും മെസ്സേജ് സൈമൾട്ടേനിയസ്ലി അയക്കുന്നില്ല. അപ്പോൾ ആ ചാനലിൻ്റെ എൻറ്റയർ കപ്പാസിറ്റി നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇൻ ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് ഈച്ച് സ്റ്റേഷൻ ക്യാൻ ബോത്ത് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് ബട്ട് നോട്ട് അറ്റ് ദ സെയിം ടൈം. When one device is sending, the other can only receive and vice versa. The half duplex mode is used in cases where there is no need for communication in both directions at the same time. The entire capacity of the channel can be utilized for each direction. ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് walkie talkie. ഇതിൽ മെസ്സേജസ് സെൻഡ് വൺ അറ്റ് എ ടൈം ആൻഡ് മെസ്സേജസ് ആർ സെൻഡ് ഇൻ ബോത്ത് ഡയറക്ഷൻസ്. walkie talkieയിൽ ഒരു ടൈമിൽ ഒരു മെസ്സേജ് നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ, ഒരു ഡിവൈസിൽ നിന്ന് മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് രണ്ട് ഡയറക്ഷനിൽ നമുക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിൻ്റെ എക്സാമ്പിളാണ് walkie talkie. ഇനി അടുത്തുള്ളതാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിൽ നമുക്ക് രണ്ട് ഡയറക്ഷനിലും ഡേറ്റാസ് സൈമൾട്ടേനിയസ്ലി സെൻഡ് ചെയ്യാനും പറ്റും, റിസീവ് ചെയ്യാനും പറ്റും. ഇതാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. ആൻഡ് ഇതിൽ എൻറ്റയർ കപ്പാസിറ്റി നമ്മൾ യൂസ് ചെയ്യത്തില്ല, ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. സോ അതിൻ്റെ ഹാഫ് കപ്പാസിറ്റി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് 3 മോഡ്സ്. ഞാൻ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിൻ്റെ ഡെഫിനേഷൻ ആണെങ്കിൽ, in full duplex mode both the stations can transmit and receive simultaneously. In this mode, signals going in one direction share the capacity of the link with signals going in the other direction. This sharing can occur in 2 ways. ഞാൻ പറഞ്ഞു ഇത് ബാക്കി രണ്ട് മോഡ്സിൽ നമുക്ക് ആ ചാനലിൻ്റെ എൻറ്റയർ കപ്പാസിറ്റി ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിൽ നമ്മൾ സൈമൾട്ടേനിയസ്ലി ഡേറ്റ സെൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് കപ്പാസിറ്റി എടുക്കാൻ പറ്റത്തില്ല. ആ കപ്പാസിറ്റി ഡിവൈഡ് ചെയ്യും. ബോത്ത് ഡയറക്ഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് രണ്ട് ഡയറക്ഷനിൽ അത് ഡിവൈഡ് ചെയ്തെടുക്കും. ഇത് നമുക്ക് 2 ടൈപ്സിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എയ്തർ ദ ലിങ്ക് മസ്റ്റ് കണ്ടെയ്ൻ 2 ഫിസിക്കലി സെപ്പറേറ്റ് ട്രാൻസ്മിഷൻ പാർട്സ്, one for sending and the other for receiving, or the capacity is divided between signals traveling in both directions. ഇത് ഒരു വേ എന്ന് വെച്ചാൽ രണ്ട് ട്രാൻസ്മിഷൻ പാത്ത് യൂസ് ചെയ്യുന്നതാണ്. ഒരെണ്ണം സെൻഡ് ചെയ്യാനും ഒരെണ്ണം റിസീവ് ചെയ്യാനും വെച്ചിട്ട് രണ്ട് പാത്ത് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ആ ചാനലിൻ്റെ എൻറ്റയർ കപ്പാസിറ്റി രണ്ട് ഡയറക്ഷനുള്ള സിഗ്നൽസിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിൽ നമ്മൾ ഡേറ്റാസ് ഷെയർ ചെയ്യുന്നത്. Full duplex mode is used when communication in both directions is required all the time. The capacity of the channel, however, must be divided between the 2 directions. ഇതിൻ്റെ എക്സാമ്പിളാണ് ടെലിഫോൺ നെറ്റ്വർക്ക്. ടെലിഫോൺ നെറ്റ്വർക്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ 2 പേഴ്സൺസ്, 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അപ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മോഡാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ മോഡ്സ് ആൻഡ് ദ ബേസിക് കമ്മ്യൂണിക്കേഷൻ മോഡൽ. ആൻഡ് ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്